വെച്ചത് എന്തിനു വേണ്ടിയാണ്? സമസ്തകൾ ജമിയത്തുലമ തീരുമാനം പറഞ്ഞു. ഞാൻ വിശദമായി പറയല്ല. എന്താ തീരുമാനം? സമസ്തകൾ ജമിയത്തുലമക്ക് CIC-യുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ സമയത്ത് എടവണ്ണപ്പാറ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് റഷീദിയ അറബിക് കോളേജ്. കണ്ണിയത്ത് ഉസ്താദിന്റെ പാദം കൊണ്ട് അനുഗ്രഹീതമായ കോളേജാണ് റഷീദിയ അറബിക് കോളേജ്. ആ കോളേജിന്റെ നേതാക്കന്മാരോട് അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളോട് ഇവിടെയുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ വളരെ താഴ്മയോടുകൂടി ആവശ്യപ്പെട്ടു, അവിടെ CIC-യുമായി ബന്ധപ്പെട്ട കോളേജ് തുടങ്ങേണ്ടതില്ല, ആ കോഴ്സ് തുടങ്ങേണ്ടതില്ല. നേരെ മറിച്ച് CIC-ക്ക് നേതൃത്വം വഹിക്കുന്ന പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഏത് വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയാലും സമസ്തകൾ ജമിയത്തുൽ ഉലമ എതിർത്ത ഒരു വിഷയം അവിടെ അല്ലെങ്കിൽ ഒരു സിലബസ് അവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഏതായാലും തുടങ്ങിയില്ലേ, ഇത് തീരട്ടെ, ഈ കുട്ടികൾ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളത് സമ്മതിച്ചു. സ്വാഭാവികമായിട്ടും ഒരു കോളേജ് നടക്കുമ്പോ, ഒരു വിദ്യാഭ്യാസ സംവിധാനം നടക്കുമ്പോൾ അതിന്റെ പ്രയാസം ഉണ്ടാകും. നമ്മൾ അതിനു വേണ്ടി കാത്തുനിന്നു. 1 വർഷമല്ല 2 വർഷം, അതും കഴിഞ്ഞതിന് ശേഷം ഈ വർഷവും അതേ സിലബസിൽ പോയപ്പോ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ വിമ്മിഷ്ടം കാണിക്കുന്നവരെ സമസ്തയുടെ നേതാക്കന്മാരായി അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത്. അല്ലാതെ ഒരു വിഭാഗീയ പ്രവർത്തനത്തിന് വേണ്ടിയല്ല. ആരും തെറ്റിദ്ധരിക്കരുത്. വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് ഒരു കൂട്ടായ്മയുണ്ടാകുമ്പോ, ഒരു നേതൃത്വം ഉണ്ടാകുമ്പോ ആ നേതൃത്വം പറയുന്ന കാര്യങ്ങൾക്ക് വിലങ്ങു നിന്നുകൊണ്ട് അതിനെതിരെ നിൽക്കുന്നവരെ എല്ലാ അർത്ഥത്തിലും ആവശ്യമാകുന്ന പ്രോത്സാഹനങ്ങൾ നൽകി വിജയിപ്പിക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുന്നത്. നമുക്ക് സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ കൊടുക്ക് കീഴിലായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ ആ കൊടുക്ക് കീഴിൽ നിന്നുകൊണ്ട് സമസ്ത എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ശക്തി പകർന്ന് മുന്നോട്ട് പോയാൽ എന്തു ഭിന്നതയാണുള്ളത്? ഒരു ഭിന്നതയും വരാനില്ല. അതുകൊണ്ട് ഒരു ഭിന്നതക്കും സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരുണ്ടാവുകയില്ല. ഈ സമയവും ഞങ്ങൾ പറയുന്നു, സമസ്ത എടുക്കുന്ന തീരുമാനം അംഗീകരിച്ചുകൊണ്ട്, സമസ്ത മാറ്റിവെച്ച സിലബസ് മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്താൽ 2 കൈയും നീട്ടി സ്വീകരിച്ച് ഇതേ വേദിയിൽ അവരിരുത്താൻ സമസ്തയുടെ പ്രവർത്തകന്മാർ മുന്നിലുണ്ടാകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതല്ലാതെ രാഷ്ട്രീയപരമായി, സംഘടനാപരമായി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല, വ്യക്തിപരമായി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ഇത് ആദർശമാണ്. ആദർശ പ്രസ്ഥാനത്തിന്റെ കടക്കിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ഇവിടെ നടത്തിയിരിക്കുന്ന ഈ പരിപാടികളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക